ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കീ മാനേജ്മെൻറ്റ്. ഇപ്പോൾ പബ്ലിക് കീസ്, പ്രൈവറ്റ് കീ, സീക്രട്ട് കീ, ഇങ്ങനെ പല ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് നമ്മൾ പഠിച്ചു. സിമെട്രിക് മെത്തേഡ് പഠിച്ചു, അസിമെട്രിക് മെത്തേഡ് പഠിച്ചു. സിമെട്രിക് ആണെങ്കിൽ സിംഗിൾ സീക്രട്ട് കീ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അസിമെട്രിക് മെത്തേഡ് ആണെങ്കിൽ എ പെയർ ഓഫ് റിലേറ്റഡ് കീസ്, ഒന്ന് പബ്ലിക്കും ഒന്ന് പ്രൈവറ്റും. അപ്പോൾ ഈ കീസിൻ്റെ മാനേജ്മെൻറ്റാണ് നമ്മൾ പറയാൻ പോകുന്നത് നെക്സ്റ്റ്. സോ ഫസ്റ്റ് സിമെട്രിക് കീ ഡിസ്ട്രിബ്യൂഷൻ യൂസിങ് അസിമെട്രിക് എൻക്രിപ്ഷൻ. അപ്പോൾ സിമെട്രിക് കീ ആണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അതായത് നമ്മൾ സിമെട്രിക്കലി യൂസ് ചെയ്യുന്ന സീക്രട്ട് കീ അല്ലെങ്കിൽ ആ സെഷൻ കീ ആണ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അത് രണ്ട് പേര് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യണം. എക്സ്ചേഞ്ച് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് അസിമെട്രിക് എൻക്രിപ്ഷനാണ്. അസിമെട്രിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പബ്ലിക് കീ മെത്തേഡാണ്. ഇപ്പോൾ പബ്ലിക് കീ ഉണ്ടാവും, കറസ്പോണ്ടിങ് ആയിട്ട് പെയർഡ് പ്രൈവറ്റ് കീ ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്താണ് നമ്മളുടെ ട്രാൻസ്ഫർ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുക. അപ്പോൾ നമ്മളെ ഫിഗറിൽ കാണാം എയും ബിയും ആണ് നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഈ എ വിഷസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ബി. അപ്പോൾ അതിൽ 4 സ്റ്റെപ്സാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എ എന്ത് ചെയ്യണം? എ മസ്റ്റ് ജനറേറ്റ് എ പബ്ലിക് പ്രൈവറ്റ് കീ പെയർ. അപ്പോൾ യൂസിങ് അസിമെട്രിക് എൻക്രിപ്ഷൻ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സീക്രട്ട് കീ എക്സ്ചേഞ്ച് ചെയ്യാണെന്നാണ് നമ്മുടെ പർപ്പസ്. പക്ഷേ സീക്രട്ട് കീ എക്സ്ചേഞ്ച് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് പബ്ലിക് കീ മെത്തേഡ് അല്ലെങ്കിൽ അസിമെട്രിക് മെത്തേഡാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എ ജനറേറ്റ്സ് എ പബ്ലിക് പ്രൈവറ്റ് കീ പെയർ PUA ആൻഡ് PRA. അപ്പോൾ എ എന്ന് പറഞ്ഞ യൂസർ ഒരു കീ പെയർ ജനറേറ്റ് ചെയ്തു, ഒന്ന് പബ്ലിക്കും ഒന്ന് പ്രൈവറ്റും. സോ പബ്ലിക് കീ ഓഫ് എ, ഇത് പ്രൈവറ്റ് കീ ഓഫ് എ. എന്നിട്ട് ആൻഡ് ട്രാൻസ്മിറ്റ്സ് എ മെസ്സേജ് ടു ബിക്ക് ഒരു മെസ്സേജ് അയക്കും. ഇനി ബിക്കുള്ളിൽ മെസ്സേജിനുള്ളിൽ എന്തൊക്കെയാണ് അയച്ചേക്കുന്നത്? PUA ആൻഡ് IDA. PUA എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൾ ജനറേറ്റ് ചെയ്ത എയുടെ പബ്ലിക് കീ. അതിൻ്റെ കൂടെ ഐഡൻറ്റിഫയർ ഫോർ എ എന്ന് പറഞ്ഞ യൂസറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരു ഐഡൻറ്റിഫയർ കൂടി ആഡ് ചെയ്തിട്ട് ഈ രണ്ടെണ്ണം അപ്പൻഡ് ചെയ്ത് ഒരു മെസ്സേജ് ബിക്ക് അയച്ചു. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ ബി ജനറേറ്റ്സ് എ സീക്രട്ട് കീ KS ആൻഡ് ട്രാൻസ്മിറ്റ്സ് ഇറ്റ് ടു എ വിച്ച് ഈസ് എൻക്രിപ്റ്റഡ് വിത്ത് എസ് പബ്ലിക് കീ. അപ്പോൾ എയുടെ പബ്ലിക് കീ ആരുടെ കയ്യിൽ കിട്ടി? ബിയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ എയുടെ ഐഡൻറ്റിഫയറും ബിയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബി എന്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സീക്രട്ട് കീ ആണ് ഈ KS എന്ന് പറയുന്നത്. അപ്പോൾ ബി ആ സീക്രട്ട് കീ ജനറേറ്റ് ചെയ്തു, എന്നിട്ടത് എക്ക് എൻക്രിപ്റ്റ് ചെയ്ത് അയച്ചു കൊടുത്തു. എക്ക് അയച്ചു കൊടുത്തേക്കുന്ന എന്ത് കീ ഉപയോഗിച്ചാണ്? ഇവിടെ പബ്ലിക് കീ, എയുടെ പബ്ലിക് കീ ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എയുടെ പബ്ലിക് കീ ഉപയോഗിച്ച് ആ സീക്രട്ട് കീയെ എൻക്രിപ്റ്റ് ചെയ്ത് എക്ക് തിരിച്ചയച്ചു കൊടുത്തു. അപ്പോൾ എ ആദ്യം അങ്ങോട്ട് സ്വന്തം പബ്ലിക് കീയും ഐഡൻറ്റിഫയറും പാസ് ചെയ്തു. ബി എന്ത് ചെയ്തു? ഇവർ തമ്മിലുള്ള ഫർദർ കമ്മ്യൂണിക്കേഷന് വേണ്ട അല്ല എക്സ്ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിമെട്രിക് കീ അല്ലെ സീക്രട്ട് കീ KS ജനറേറ്റ് ചെയ്തു. എന്നിട്ട് അതിനെ ആ കിട്ടിയ എയുടെ പബ്ലിക് കീ ഉപയോഗിച്ച് എൻക്രിപ്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് അയച്ചു. സോ എൻക്രിപ്റ്റഡ് ദ സീക്രട്ട് കീ യൂസിങ് ദ പബ്ലിക് കീ ഓഫ് എ. എന്നിട്ട് തിരിച്ച് എക്ക് കിട്ടി. ഇനി എക്ക് എന്ത് ചെയ്യാൻ പറ്റും? എയുടെ പബ്ലിക് കീ ഉപയോഗിച്ചാണ് അത് എൻക്രിപ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എക്ക് സ്വന്തം പ്രൈവറ്റ് കീ ഉപയോഗിച്ച് അതിനെ ഡീക്രിപ്റ്റ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ഡീക്രിപ്റ്റഡ് യൂസിങ് ദ പ്രൈവറ്റ് കീ ഓഫ് എ. ഡീക്രിപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആൾക്ക് എന്ത് കിട്ടി? ഈ ഒരു ഇതാണ് നമ്മളുടെ അയച്ച മെസ്സേജ്. KSനെ എയുടെ പബ്ലിക് കീ ഉപയോഗിച്ച് എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് ബി എക്ക് അയച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിനെ എ സ്വന്തം പ്രൈവറ്റ് കീ ഉപയോഗിച്ച് ഡീക്രിപ്റ്റ് ചെയ്തു. അപ്പോൾ ഒരു കറസ്പോണ്ടിങ് കീയുടെ കൊണ്ട് എൻക്രിപ്റ്റ് ചെയ്തതിന് നമുക്ക് അതിൻ്റെ പെയർഡ് കീ ഉപയോഗിച്ച് നമുക്ക് ഡീക്രിപ്റ്റ് ചെയ്യാം. അപ്പോൾ എക്ക് അതിനെ ഡീക്രിപ്റ്റ് ചെയ്ത് എന്ത് കിട്ടി? സീക്രട്ട് കീ കിട്ടി. അപ്പോൾ സീക്രട്ട് കീ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് മനസ്സിലായി? അപ്പോൾ ബി ആണത് ജനറേറ്റ് ചെയ്തത്, പക്ഷേ ഇപ്പോൾ ഇവിടെ ആർക്ക് കിട്ടി? എയുടെ കയ്യിലും അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സീക്രട്ട് കീയുടെ എക്സ്ചേഞ്ച് ഇവിടെ നടന്നു കഴിഞ്ഞു. അപ്പോൾ ബിയുടെ കയ്യിലും എയുടെ കയ്യിലും എന്തുണ്ട്? ഈ സീക്രട്ട് കീ ഉണ്ട്. അപ്പോൾ ഇനി അവർക്ക് ഫർദർ കമ്മ്യൂണിക്കേഷൻ ഈ സീക്രട്ട് കീ കൊണ്ട് എൻക്രിപ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഈ പബ്ലിക് കീ കമ്പോണൻസ് അവർക്ക് ആവശ്യമില്ല. അപ്പോൾ ഈ PUA PRA എ ജനറേറ്റ് ചെയ്തതാണ്, അത് എക്ക് ഡിസ്കാർഡ് ചെയ്യാം. അതുപോലെ തന്നെ എയുടെ പബ്ലിക് കീ ആരുടെ കയ്യിൽ കൊടുത്തായിരുന്നു? ബിയുടെ കയ്യിൽ കൊടുത്തായിരുന്നു, അതും ബിക്ക് ഡിസ്കാർഡ് ചെയ്യാം. പക്ഷേ അത് ഫർദർ കമ്മ്യൂണിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ ശരിക്കും കമ്മ്യൂണിക്കേഷൻ നമ്മളിവിടെ നടക്കുന്നത് സിമെട്രിക് മെത്തേഡ് വഴിയാണ്. പക്ഷേ ആ സിമെട്രിക് കമ്മ്യൂണിക്കേഷൻ്റെ ആ സീക്രട്ട് കീയെ ഷെയർ ചെയ്യുന്നത് പബ്ലിക് കീ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ പബ്ലിക് കീസ് നമ്മൾ യൂസ് ചെയ്തത് പബ്ലിക് പ്രൈവറ്റ് കീ പെയേഴ്സ് യൂസ് ചെയ്തത് ഈ കീ എക്സ്ചേഞ്ച് കഴിയുമ്പോൾ നമുക്ക് ഡിസ്കാർഡ് ചെയ്യാൻ പറ്റും, പിന്നെ അതിന് യൂസ് ഇല്ല. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ സീക്രട്ട് കീ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ കഴിഞ്ഞിട്ടും ഈ സീക്രട്ട് കീ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ ദാറ്റ് ഈസ് ഇതിൻ്റെ ഫീച്ചേഴ്സാണ് നെക്സ്റ്റ് പറയുന്നത്. ഇറ്റ്സ് എ സിമ്പിൾ ആൻഡ് അട്രാക്റ്റീവ് പ്രോട്ടോക്കോൾ. പിന്നെ കീസ് നമ്മുടെ കമ്മ്യൂണിക്കേഷന് മുമ്പും കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ആ കമ്മ്യൂണിക്കേഷൻ്റെ ടൈമിൽ മാത്രം നമ്മളതിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നു. ആ കമ്മ്യൂണിക്കേഷൻ കഴിയുമ്പോൾ നമ്മൾ ആ കീനെയും ഒഴിവാക്കുന്നു, ആ എക്സ്ചേഞ്ച് ചെയ്ത സീക്രട്ട് കീനെ നമ്മൾ ഒഴിവാക്കുന്നു. അപ്പോൾ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ റിസ്ക് ഓഫ് കോംപ്രമൈസ് ഓഫ് കീസ് ഈസ് മിനിമൽ. എന്നുവെച്ചാൽ കീ വേറെ ആർക്കെങ്കിലും കിട്ടിയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സിറ്റുവേഷൻ വളരെ കുറവാണ്. ഇനി ഇതിൽ ഒരു ഇൻസെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറഞ്ഞൊരു അറ്റാക്ക് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പർട്ടിക്കുലർ അറ്റാക്ക് വൾണറബിളാണ് ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡ്. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഒരു അഡ്വൈസറി ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഇടയ്ക്ക് കയറി ഇൻ്റർവ്യൂ ചെയ്ത് പ്രോസസ്സ് ചെയ്യുന്നതാണ് ഈ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്
മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്. അപ്പോൾ ഇതാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്. ഇതിലെ സ്റ്റെപ്സിൽ മോഡിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ എയും ബിയും അല്ലാണ്ട് ഒരു അഡ്വൈസറി അല്ലെങ്കിൽ ഇടയ്ക്കുന്ന ഒരാൾ കയറുന്നു. അതാണ് ഈ എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം തന്നെ. എ ഒരു പബ്ലിക് കീ പ്രൈവറ്റ് കീ പെയർ ജനറേറ്റ് ചെയ്തു, എന്നിട്ട് ബിക്ക് ഒരു മെസ്സേജ് അയച്ചു. എന്ത്? എയുടെ പബ്ലിക് കീയും എയുടെ ഐഡൻറ്റിഫയറും യൂസ് ചെയ്തിട്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെയാണത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ ഈ അയച്ച മെസ്സേജ് നേരെ ബിക്ക് കിട്ടി, ബിക്ക് മുമ്പോട്ട് പോകുന്നതിന് പകരം ഈ മെസ്സേജ് ഇടയ്ക്ക് നമ്മൾ തേർഡ് പാർട്ടി ആക്സസ് ചെയ്തു. അതായത് ഇ എന്ന് പറയുന്ന അഡ്വൈസറി ഈ മെസ്സേജിനെ ഇൻ്റർസെപ്റ്റ് ചെയ്തു. അപ്പോൾ ആ മെസ്സേജിനുള്ളിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? എയുടെ ഐഡൻറ്റിഫയറും ഉണ്ട്, എയുടെ പബ്ലിക് കീയും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ആളുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആൾ ആ മെസ്സേജ് ആക്സസ് ചെയ്തിട്ട് പിന്നെ ചെയ്തതെന്ന് വെച്ചാൽ ഈ എന്ന് പറഞ്ഞ യൂസർ ആൾക്ക് വേണ്ടി ഒരു പബ്ലിക് പ്രൈവറ്റ് കീ പെയർ ജനറേറ്റ് ചെയ്തു. അതാണ് PUE ആൻഡ് PRE. എന്നുവെച്ചാൽ ഇയുടെ പബ്ലിക് കീയും ഇയുടെ പ്രൈവറ്റ് കീ. അപ്പോൾ ആൾ സ്വന്തമായിട്ടൊരു പെയർ ജനറേറ്റ് ചെയ്തു. എന്നിട്ട് ഈ കിട്ടിയ മെസ്സേജിനെ ആൾ മോഡിഫൈ ചെയ്തു. അതിൽ എയുടെ ഐഡൻറ്റിഫയറിന് പകരം ആൾ എയുടെ പബ്ലിക് കീക്ക് പകരം സ്വന്തം പബ്ലിക് കീ യൂസ് ചെയ്തു. അതായത് PUE ഫോളോഡ് ബൈ ഐഡൻറ്റിഫയർ ഓഫ് എ എന്ന് പറയുന്ന മെസ്സേജ് അപ്ഡേറ്റ് ചെയ്തിട്ട് അത് ബിക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ ബിക്ക് കിട്ടേണ്ടിയിരുന്നത് എന്താണ്? PUA ഫോളോഡ് ബൈ IDA ആയിരുന്നു ബിക്ക് കിട്ടേണ്ടത്. അപ്പോൾ PUA എന്ന് പറയുന്ന എയുടെ പബ്ലിക് കീ ആൾ മാറ്റി സ്വന്തം പബ്ലിക് കീ അവിടെ ആഡ് ചെയ്ത് ആ മെസ്സേജ് ബിക്ക് അയച്ചു. അപ്പോൾ ബിക്ക് മെസ്സേജ് കിട്ടിക്കഴിയുമ്പോൾ ബി നോക്കുമ്പോൾ അതിലുള്ള ഐഡൻറ്റിഫയർ ആളുടെയാണ്, എയുടെ ഐഡൻറ്റിഫയറാണ്. അപ്പോൾ ഈ കീ എയുടെ ആയിരിക്കും എന്ന് ബി കരുതും. അതുകൊണ്ട് ബി എന്താ ചെയ്യുക? തിരിച്ച് റിപ്ലൈ ചെയ്യും. സോ ബി ജനറേറ്റ്സ് ദ സീക്രട്ട് കീ. എന്നിട്ട് ആ സീക്രട്ട് കീ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഉപയോഗിച്ചായിരിക്കും? ഇവിടെയുള്ള പബ്ലിക് കീ ഏതാണോ ആ പബ്ലിക് കീ ഉപയോഗിച്ച് എൻക്രിപ്റ്റ് ചെയ്തിട്ടായിരിക്കും ആൾ തിരിച്ചയക്കുക. അപ്പോൾ ഈ എയുടെ ഐഡൻറ്റിഫയർ ഉള്ളതുകൊണ്ട് അത് എ ആണ് അയച്ചതെന്ന് ബി എക്സ്പെക്ട് ചെയ്യും. സോ ബി റിട്ടേൺ ചെയ്യുന്നത് ഈ പബ്ലിക് കീ ഉപയോഗിച്ച് എൻക്രിപ്റ്റ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ സീക്രട്ട് കീ ജനറേറ്റ് ചെയ്തു, ബി ഈ മെസ്സേജിൽ വന്ന പബ്ലിക് കീ ഉപയോഗിച്ച് അതിനെ എൻക്രിപ്റ്റ് ചെയ്തു. ആ പബ്ലിക് കീ ആരുടെയാണ്? നമ്മളുടെ അഡ്വൈസറി എന്ന് പറഞ്ഞാൽ ഈയുടെ അല്ലെ തേർഡ് പാർട്ടിയുടെയാണ് ആ പബ്ലിക് കീ. അപ്പോൾ അത് ഉപയോഗിച്ച് എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് ബി തിരിച്ചയക്കുന്നത്. അപ്പോൾ ഈ തിരിച്ചയക്കുന്ന മെസ്സേജ് ആര് ഇൻ്റർസെപ്റ്റ് ചെയ്യും? ഇ ഇൻ്റർസെപ്റ്റ് ചെയ്യും. അപ്പോൾ ആ മെസ്സേജ് റിസീവ് ചെയ്താൽ ഇത് ഇയുടെ പബ്ലിക് കീ ഉപയോഗിച്ചാണ് എൻക്രിപ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇക്ക് സ്വന്തം പ്രൈവറ്റ് കീ ഉപയോഗിച്ചാണ് ഡീക്രിപ്റ്റ് ചെയ്യാം. അപ്പോൾ അഡ്വൈസറിക്ക് ഈ മെസ്സേജിനെ ഡീക്രിപ്റ്റ് ചെയ്യാം. അതാണ് ഈ കാണിച്ചേക്കുന്നത്. ഇത് സീക്രട്ട് കീ ഇയുടെ പബ്ലിക് കീ ഉപയോഗിച്ചായിരുന്നു എൻക്രിപ്റ്റ് ചെയ്ത് അയച്ചത്. അതിനെ ആൾ സ്വന്തം പ്രൈവറ്റ് കീ ഉപയോഗിച്ച് ഡീക്രിപ്റ്റ് ചെയ്തെടുത്തു. അപ്പോൾ സീക്രട്ട് കീ ആരുടെ കയ്യിൽ കിട്ടി? നമ്മളുടെ തേർഡ് പാർട്ടി അല്ലെങ്കിൽ അഡ്വൈസറി അല്ലെങ്കിൽ ഈ മാൻ ഇൻ ദ മിഡിൽ, എയ്ക്കും ബിക്കും ഇടയ്ക്ക് ഒരാൾ കയറി നിൽക്കുന്നുണ്ട്. അതാണ് ഈ എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഇയുടെ കയ്യിൽ എന്ത് കിട്ടി? ഈ സീക്രട്ട് കീ കിട്ടി. എന്നിട്ട് അവിടെ കൊണ്ട് അത് സ്റ്റോപ്പാകുന്നില്ല. ആളിപ്പോൾ രണ്ടുപേരെയും അവർ മുമ്പോട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ ഈ കീ പോയി എന്നുള്ളത് അറിയാതിരിക്കാൻ വേണ്ടി ആൾ നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് കൂടി ചെയ്യും. ഈ ട്രാൻസ്മിറ്റ്സ് ഇ ഓഫ് എൻക്രിപ്റ്റഡ് മെസ്സേജ് KS എൻക്രിപ്റ്റഡ് യൂസിങ് ദ പബ്ലിക് കീ ഓഫ് A to A. ഇപ്പോൾ ബി നോർമലി ആർക്കാണ് ഈ മെസ്സേജ് അയച്ചത്? എക്കാണ് ആൾ ഉദ്ദേശിച്ചത്. പക്ഷേ എക്ക് അത് കിട്ടിയിട്ടില്ല. പകരം ആൾക്കാണ് കിട്ടിയത്? ഇ ആണത് റിസീവ് ചെയ്തത്. പക്ഷേ എ അത് റിസീവ് ചെയ്യാൻ വേണ്ടി എക്കും കൂടി അത് കൊടുത്ത് അവരെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? ഇ എന്ന് പറഞ്ഞ ഇൻ്റർസെപ്റ്റർ ആ സീക്രട്ട് കീയെ എയുടെ പബ്ലിക് ആളുടെ കയ്യിൽ ഫസ്റ്റ് മെസ്സേജിൽ നിന്ന് കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഉപയോഗിച്ച് എൻക്രിപ്റ്റ് ചെയ്ത് അത് എക്കും കൂടെ കൊടുക്കും. അപ്പോൾ എ അതിനെ ഡീക്രിപ്റ്റ് ചെയ്തെടുക്കുകയും ചെയ്യും. അപ്പോൾ ബിയുടെ കയ്യിൽ സീക്രട്ട് കീ ഉണ്ട്, ബി ആണ് ജനറേറ്റ് ചെയ്തത്. ഇനി ബി അത് ട്രാൻസ്മിറ്റ് ചെയ്തപ്പോൾ ഇടയ്ക്കിൽ നിന്ന് ഇ അതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്തു, ഇ അതിനെ ഡീക്രിപ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇയുടെ കയ്യിലും അതുണ്ട്. ഇനി ഇ എന്ത് ചെയ്തു? എ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി എക്കും അത് തിരിച്ച് സീക്രട്ട് കീ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, എയുടെ പബ്ലിക് കീ ഉപയോഗിച്ച് എൻക്രിപ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ എ സ്വന്തം പ്രൈവറ്റ് കീ ഉപയോഗിച്ച് ഡീക്രിപ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടാവും. അപ്പോൾ എയുടെ കയ്യിലും ഉണ്ട്, ബിയുടെ കയ്യിലും ഉണ്ട്, ഇയുടെ കയ്യിലും ഉണ്ട് എന്ത്? ഈ സീക്രട്ട് കീ. പക്ഷേ ഈ അഡ്വൈസറിയുടെ കയ്യിലുണ്ട് എന്നുള്ളത് എയും ബിയും ഇൻഫോംഡ് അല്ല. അപ്പോൾ ഇവർ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ഈ നടുക്കുന്ന് അല്ലെ ഇടയ്ക്കുന്നിരുന്ന് ഈ എന്ന് പറഞ്ഞ അഡ്വൈസറി ലീക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. സോ ദിസ് ഈസ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്. നമ്മളെ ഫസ്റ്റ് മെത്തേഡിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജാണ് ഈ പറഞ്ഞേക്കുന്നത്. ഇനി സെക്കൻഡ് മെത്തേഡ് എന്ന് വെച്ചാൽ സീക്രട്ട് കീ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് ഓതൻറ്റിക്കേഷൻ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് സീക്രട്ട് കീ അല്ലെ ഒരു സിമെട്രിക് കീ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് പറഞ്ഞത്. അവിടെ നമ്മൾ പബ്ലിക് കീ മെത്തേഡ് ഉപയോഗിച്ചാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. പക്ഷേ അവിടെ നമുക്ക് പല പ്രശ്നങ്ങൾ വന്നു. ആ പ്രശ്നമാണ് നമ്മൾ ഈ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഡ്രോബാക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കോൺഫിഡൻഷ്യാലിറ്റി പ്ലസ് ഓതൻറ്റിക്കേഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്ത മോഡിഫിക്കേഷനാണ് ഈ ഒരു മെത്തേഡ്. ദാറ്റ് ഈസ് പബ്ലിക് കീ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സീക്രട്ട് കീസ് വിച്ച് എൻഷുവേഴ്സ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് ഓതൻറ്റിക്കേഷൻ. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ മെസ്സേജിനെ കംപ്ലീറ്റ്ലി നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഓതൻറ്റിക്കേഷൻ നമ്മൾ മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അയച്ച ആൾ ആരാണോ ആളുടെ ഐഡൻറ്റിറ്റി നമ്മൾ വെരിഫൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെപ്സിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡിൽ ഒരു കീ പെയർ ജനറേറ്റ് ചെയ്യുക, പബ്ലിക് പ്രൈവറ്റ് കീ, എന്നിട്ട് ഈ പബ്ലിക് കീ നമ്മൾ അപ്പുറത്തേക്ക് ഷെയർ ചെയ്യുന്നു. അപ്പോൾ ആ സ്റ്റെപ്പാണ് ആദ്യം നടക്കുന്നത് ഇവിടെ. അതുകൊണ്ട് ഡിനോട്ട് ചെയ്തിട്ടില്ല. ഫസ്റ്റ് സ്റ്റെപ്സ് എന്തായിരിക്കും? എ ഒരു പബ്ലിക് കീ പ്രൈവറ്റ് കീ ജനറേറ്റ് ചെയ്തു, പ്രൈവറ്റ് കീ സ്വന്തം കയ്യിൽ വെച്ചു, പബ്ലിക് കീ ആർക്ക് കൊടുത്തു? ബിക്ക് കൊടുത്തു. അതുപോലെ ബി ഒരു പബ്ലിക് കീ പ്രൈവറ്റ് കീ ജനറേറ്റ് ചെയ്തു,
അതിൽ പബ്ലിക് കീ ആർക്ക് കൊടുത്തു? എക്ക് കൊടുത്തു. ഇത്രയും കഴിയുമ്പോൾ സെനറിയാണ് ഇപ്പോൾ നമ്മളിവിടെ കാണിച്ചേക്കുന്നത്. 1 2 3 4 എന്നാണ് 4 സ്റ്റെപ്സ്. അപ്പോൾ രണ്ടുപേരും പബ്ലിക് കീസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി പ്രൈവറ്റ് കീസ് രണ്ടാളുടെ കയ്യിലും ഉണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇത്രയും കീ എക്സ്ചേഞ്ച് കഴിയുമ്പോൾ ഉള്ള അടുത്ത സ്റ്റെപ്പാണ് ഈ 1 എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്തേക്കുന്നത്. സോ എ യൂസസ് ബീസ് പബ്ലിക് കീ ടു എൻക്രിപ്റ്റ് ദ മെസ്സേജ് ടു ബി കണ്ടെയ്നിങ് ആൻ ഐഡൻറ്റിഫയർ ഓഫ് എ ആൻഡ് എ നോൺസ്. അപ്പോൾ എ ഫസ്റ്റ് അയക്കുന്ന മെസ്സേജാണ് ഈ കാണിച്ചേക്കുന്നത്. എന്ത് വെച്ച് എൻക്രിപ്റ്റ് ചെയ്തേക്കുന്നത്? ബിയുടെ പബ്ലിക് കീ. അപ്പോൾ ഓൾറെഡി അതായത് എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ എയുടെ കയ്യിൽ ബിയുടെ പബ്ലിക് കീ ഉണ്ട്, ബിയുടെ കയ്യിൽ എയുടെ പബ്ലിക് കീ ഉണ്ട്. അപ്പം എ അങ്ങോട്ടേക്ക് അയക്കുമ്പോൾ ബിയുടെ പബ്ലിക് കീ ഉപയോഗിച്ചാണ് എൻക്രിപ്റ്റ് ചെയ്യുന്നത്. ഇനി അതിനുള്ളിൽ എന്തൊക്കെയാണ് അയച്ചേക്കുന്നത്? ഇത് എയുടെ ഐഡൻറ്റിഫയർ, ഇത് എ ആണെന്നുള്ളത് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി. ഇനി അത് കൂടാണ്ട് N1 എന്ന് പറഞ്ഞൊരു വാല്യൂ, ഇറ്റ് ഇസ് എ നോൺസ് നമ്മളതിനെ പറയും. നോൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിപ്റ്റോഗ്രാഫിക് കമ്മ്യൂണിക്കേഷനിൽ 1 ടൈം യൂസേജിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റാൻഡം വാല്യൂ ആണ്. അപ്പോൾ എയുടെ സ്വന്തം ഐഡൻറ്റിഫയറും ഒരു റാൻഡം വാല്യൂയും കൂടി ബിയുടെ പബ്ലിക് കീ ഉപയോഗിച്ച് എൻക്രിപ്റ്റ് ചെയ്തിട്ട് ആർക്ക് അയച്ചു? ബിക്ക് അയച്ചു. അപ്പോൾ ഈ മെസ്സേജ് ബിക്ക് സ്വന്തം പ്രൈവറ്റ് കീ ഉപയോഗിച്ച് ഡീക്രിപ്റ്റ് ചെയ്യാം. അപ്പോൾ ഡീക്രിപ്റ്റ് ചെയ്യുമ്പോൾ ആൾക്ക് എന്തൊക്കെ കിട്ടും? എയുടെ ഐഡൻറ്റിഫയറും കിട്ടും, ഈ N1 എന്ന് പറഞ്ഞാൽ നോൺസും കിട്ടും. അപ്പോൾ അത്രയും ആൾക്ക് കിട്ടി. ഈ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആളെന്ത് ചെയ്യുക? ബി സെൻസ് എ മെസ്സേജ് ടു എ. ബി എന്നിട്ട് എക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണ്. എക്ക് അയക്കുമ്പോഴത്തേക്ക് എന്താ വെച്ചേക്കണം? എയുടെ പബ്ലിക് കീ ഉപയോഗിച്ച് എൻക്രിപ്റ്റ് ചെയ്തിട്ട് വേണം അയക്കാൻ. സോ എൻക്രിപ്റ്റഡ് വിത്ത് പബ്ലിക് കീ ഓഫ് എ ആൻഡ് കണ്ടെയ്നിങ് എസ് നോൺസ് N1 ആസ് വെൽ ആസ് എ ന്യൂ നോൺസ് ജനറേറ്റഡ് ബൈ ബി. അപ്പോൾ ബി ഇവിടെ കിട്ടി, ഇതിനെ ഡീക്രിപ്റ്റ് ചെയ്തു, അതിൽ നിന്ന് N1 കിട്ടി, എയുടെ ഐഡൻറ്റിഫയറും കിട്ടി. ഇനി ആൾ തിരിച്ച് എക്ക് മെസ്സേജ് അയക്കുക. അപ്പോൾ എക്ക് അയക്കുന്നത് കൊണ്ട് എയുടെ പബ്ലിക് കീ ഉപയോഗിച്ചാണ് എൻക്രിപ്റ്റ് ചെയ്തേക്കുന്നത്. ഇനി എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ അതിനുള്ളിൽ എന്തൊക്കെ അയച്ചേക്കുന്നത്? എ ഇങ്ങോട്ട് അയച്ച N1ഉം പിന്നെ ആൾ സ്വന്തമായിട്ടൊരു നോൺസ് ജനറേറ്റ് ചെയ്തു, ഒരു റാൻഡം വാല്യൂ N2, അത് രണ്ടും കൂടി അപ്പൻഡ് ചെയ്തിട്ട് എക്ക് അയച്ചു കൊടുത്തു. ഇപ്പോൾ ഇവിടെ ഈ മെസ്സേജ് കിട്ടിക്കഴിയുമ്പോൾ എക്ക് സ്വന്തം പ്രൈവറ്റ് കീ ഉപയോഗിച്ച് തന്നെ ഡീക്രിപ്റ്റ് ചെയ്യാം. പബ്ലിക് വെച്ചാണ് എൻക്രിപ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ എയുടെ കയ്യിൽ പ്രൈവറ്റ് കീ ഉണ്ട്, അത് ഉപയോഗിച്ച് ആൾക്ക് ഡീക്രിപ്റ്റ് ചെയ്യാം. ഡീക്രിപ്റ്റ് ചെയ്യുമ്പോൾ ആൾക്ക് എന്തൊക്കെ കിട്ടും? N1ഉം കിട്ടും, N2ഉം കിട്ടും. അപ്പോൾ ഈ N1 ആൾ ബിക്ക് അയച്ചതാണല്ലോ. അപ്പോൾ ബി തിരിച്ച് അതേ N1 അയച്ചപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? അപ്പുറമുള്ള ആൾ ബി തന്നെയാണെന്നുള്ളത് എക്ക് ഉറപ്പായി. ഇനി എ അത് ഡീക്രിപ്റ്റ് ചെയ്ത് N1ഉം കിട്ടി, N2ഉം കിട്ടി. ഇനി എ നെക്സ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ദാറ്റ് ഈസ് തേർഡ് സ്റ്റെപ്പ്. എ റിട്ടേൺസ് N2 encrypted using B's public key to assure B that its correspondence is A. അപ്പോൾ ഇവിടെ N1ഉം കിട്ടി, N2ഉം കിട്ടി. അപ്പോൾ N1 ഇവിടെ തിരിച്ച് കിട്ടിയപ്പോൾ എക്ക് മനസ്സിലായി ബി അപ്പുറത്തുണ്ട്. ഇനി നെക്സ്റ്റ് ബിക്ക് തിരിച്ചൊരു കൺഫർമൻസ് കിട്ടില്ലല്ലോ, ഇവിടെ എ ഉണ്ട് എന്നുള്ളത്, എ തന്നെയാണ് ഇപ്പുറത്തുള്ളത് എന്നുള്ളത്. അത് മനസ്സിലാവാൻ വേണ്ടി എ അടുത്ത മെസ്സേജ് അങ്ങോട്ട് അയച്ചു, എൻക്രിപ്റ്റഡ് യൂസിങ് ദ പബ്ലിക് കീ ഓഫ് ബി. ബിക്ക് അയക്കുന്ന എല്ലാം ബിയുടെ പബ്ലിക് കീ ഉപയോഗിച്ച് എൻക്രിപ്റ്റ് ചെയ്തിട്ടായിരിക്കും. അയച്ചേക്കുന്നത് എന്താണ്? N2. ബി ഇങ്ങോട്ടേക്ക് അയച്ചതാണ് N2, അതേ N2 തിരിച്ച് നമ്മൾ അങ്ങോട്ട് എൻക്രിപ്റ്റ് ചെയ്ത് അയച്ചു. അപ്പോൾ ബിക്ക് അത് ഡീക്രിപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റി. സ്വന്തം പ്രൈവറ്റ് കീ ഉപയോഗിച്ച് ഡീക്രിപ്റ്റ് ചെയ്തപ്പോൾ ആൾക്ക് N2 കിട്ടി. എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായി? ഈ N2 ആൾ എക്കായിരുന്നു അയച്ചിരുന്നത്, എ അതേ N2 തിരിച്ചയച്ചു. എന്ന് പറഞ്ഞാൽ ബിക്ക് ഉറപ്പാക്കാൻ പറ്റും ഇപ്പുറത്ത് എ എന്ന് പറഞ്ഞ ആൾ തന്നെയാണ് ഉള്ളത്. ഇനി ഫോർത്ത് സ്റ്റെപ്പ്, എ സെലക്ട്സ് എ സീക്രട്ട് കീ KS ആൻഡ് സെൻസ് M ഈക്വൽ ടു അതിനെ എൻക്രിപ്റ്റ് ചെയ്തിട്ട് അയക്കുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അവർക്ക് സീക്രട്ട് കീ എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പുറത്തും ഇപ്പുറത്തും എയും ബിയും ആണെന്നൊരു കൺഫേമായി. അതായത് ഈ ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് അവിടെ നടന്നു. എ അപ്പുറത്തുണ്ട് എന്നുള്ള ബിക്കും, ബി ഇപ്പുറത്തുണ്ടെന്നുള്ളത് എയ്ക്കും കൺഫേമായി ഫസ്റ്റ് 3 സ്റ്റെപ്സും കൊണ്ട്. ഇനി ഫോർത്ത് സ്റ്റെപ്പിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എ ഒരു സീക്രട്ട് കീ ചൂസ് ചെയ്യുന്നു. ഈ സീക്രട്ട് കീ എക്സ്ചേഞ്ച് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സീക്രട്ട് കീ എ ചൂസ് ചെയ്തു, എന്നിട്ട് അതിനെ ആർക്ക് ഷെയർ ചെയ്യണം? ബിക്ക് ഷെയർ ചെയ്യണം. ഈ ഷെയർ ചെയ്യാൻ ഉപയോഗിച്ച മെത്തേഡ് നോക്കി അതിൻ്റെ അകത്ത് ട്വൈസ് എൻക്രിപ്ഷൻ കാണുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫിയുടെ ബേസിക്സിൻ്റെ ഉള്ളിൽ കോൺഫിഡൻഷ്യാലിറ്റി പ്ലസ് ഓതൻറ്റിക്കേഷൻ ഇൻഷുർ ചെയ്യണമെങ്കിൽ നമ്മൾ 4 ടൈംസ് ക്രിപ്റ്റോഗ്രാഫിക് മെത്തേഡ്, പബ്ലിക് കീ ക്രിപ്റ്റോഗ്രാഫിക് മെത്തേഡ് അപ്ലൈ ചെയ്യേണ്ടി വരും. അത് 2 പ്രാവശ്യം എൻക്രിപ്ഷനും 2 പ്രാവശ്യം ഡീക്രിപ്ഷനും യൂസ് ചെയ്യണം. അപ്പോൾ ഒരു എൻക്രിപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓതൻറ്റിക്കേഷന് വേണ്ടിയും ഒരു എൻക്രിപ്ഷൻ യൂസ് ചെയ്യുന്നത് കോൺഫിഡൻഷ്യാലിറ്റിക്ക് വേണ്ടി. അതായത് ഫസ്റ്റ് ഈ ഒരു പോർഷൻ നമ്മൾ ഫസ്റ്റ് എ സീക്രട്ട് കീ ജനറേറ്റ് ചെയ്തു. അതിനെ ആദ്യം എന്താ വെച്ചാൽ എൻക്രിപ്റ്റ് ചെയ്തേക്കുന്നത്? പ്രൈവറ്റ് കീ ഓഫ് എ. അയക്കുന്ന ആളാരാണ്? എ ആണ്. അപ്പോൾ അതുകൊണ്ട് എ അതിനെ സ്വന്തം പ്രൈവറ്റ് കീ ഉപയോഗിച്ച് എൻക്രിപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പോർഷൻ ശരിക്കും സൈനിങ് ആണ്, അല്ലെങ്കിൽ ഓതൻറ്റിക്കേഷൻ. എക്ക് മാത്രമല്ല സ്വന്തം പ്രൈവറ്റ് കീ ഉപയോഗിച്ച് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രൈവറ്റ് കീ എയുടെ കയ്യിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, എയുടെ പ്രൈവറ്റ് കീ എയുടെ കയ്യിൽ മാത്രം. അതുകൊണ്ട് എക്ക് മാത്രമേ ഈ ഒരു എൻക്രിപ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അയച്ചത് എ ആണെന്നുള്ളത് കൺഫേം ആക്കി. ഇനി ഇതിൻ്റെ പുറത്തെന്താ ചെയ്യുന്നത്? എൻറ്റയർ മെസ്സേജ് എൻക്രിപ്റ്റഡ് യൂസിങ് ദ പബ്ലിക് കീ ഓഫ് ബി. അപ്പോൾ പബ്ലിക് കീ ഓഫ് ബി വെച്ച് എൻക്രിപ്റ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് ഇത് ആർക്ക് മാത്രമേ ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റൂ? ബിയുടെ കയ്യിൽ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രൈവറ്റ് കീ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബിക്ക് മാത്രമേ അത് ഡീക്രിപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റൂ. സോ ദസ് നമ്മൾ എന്ത് എൻഷുർ ചെയ്യുന്നു? കോൺഫിഡൻഷ്യാലിറ്റി നമുക്ക് എൻഷുർ ചെയ്യാം. അപ്പോൾ ഈ ഒരു പോർഷൻ കൊണ്ട് ഓതൻറ്റിക്കേഷനും ഈ ഒരു പോർഷൻ കൊണ്ട് കോൺഫിഡൻഷ്യാലിറ്റി നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഇൻ ദ ഫോർത്ത് സ്റ്റെപ്പ് എ സെലക്ട്സ് ദ സീക്രട്ട് കീ, എന്നിട്ട് 2 പ്രാവശ്യം എൻക്രിപ്റ്റ് ചെയ്യുന്നു.
എന്നിട്ട് ബിക്ക് അയച്ചു കൊടുക്കുന്നു. ബി എന്ത് ചെയ്യുന്നു? സ്വന്തം പ്രൈവറ്റ് കീ ഉപയോഗിച്ച് തന്നെ ഡീക്രിപ്റ്റ് ചെയ്തെടുത്തു. ഡീക്രിപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് എന്താണ്? ഇത്രയും പോർഷനാണ് അതിന് കിട്ടുന്നത്. അത് അഗെയിൻ എൻക്രിപ്റ്റഡ് ആണ്. പക്ഷേ എയുടെ പ്രൈവറ്റ് കീ ഉപയോഗിച്ചാണ് അത് എൻക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എയുടെ പബ്ലിക് കീ ബിക്ക് ആക്സസിബിൾ ആയിരിക്കുമല്ലോ, പബ്ലിക് കീ ആയതുകൊണ്ട്. അപ്പോൾ എയുടെ പബ്ലിക് കീ ഉപയോഗിച്ച് ഇതിന് വീണ്ടും ഡീക്രിപ്റ്റ് ചെയ്യാം. അപ്പോൾ 2 പ്രാവശ്യം എൻക്രിപ്ഷനും ചെയ്യണം, 2 പ്രാവശ്യം ഡീക്രിപ്ഷനും ചെയ്യണം. അപ്പോൾ രണ്ടാമത്തെ ഡീക്രിപ്ഷൻ കഴിയുമ്പോൾ ആൾക്ക് എന്ത് കിട്ടും? സീക്രട്ട് കീ കിട്ടും. അപ്പോൾ ബി കമ്പ്യൂട്ട്സ് ഡീക്രിപ്ഷൻ. ഇവിടെ ഫസ്റ്റ് ബിയുടെ പബ്ലിക് കീ വെച്ച് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്തു. ഫസ്റ്റ് നമ്മൾ എയുടെ പ്രൈവറ്റ് കീ വെച്ച് എൻക്രിപ്റ്റ് ചെയ്തതിന് വീണ്ടും അതിൻ്റെ മുകളിൽ ബിയുടെ പബ്ലിക് കീ വെച്ച് എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് അയച്ചത്. ഈ ഡീക്രിപ്ഷൻ സൈഡിലാണെങ്കിലോ അവിടെ നേരെ അതിൻ്റെ തിരിച്ചുള്ള ഓപ്പറേഷൻസ് ചെയ്യാം. ദാറ്റ് ഈസ് ആദ്യം എയുടെ പബ്ലിക് കീ ഉപയോഗിച്ച് ബിയുടെ പ്രൈവറ്റ് കീ ഉപയോഗിച്ച് ഡീക്രിപ്റ്റ് ചെയ്യും. ഈ ചെയ്ത ഓപ്പറേഷൻ റിവേഴ്സാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ബിയുടെ പ്രൈവറ്റ് ആണ് ഫസ്റ്റ് യൂസ് ചെയ്തത്. അപ്പം ഇവിടെ ആദ്യം എന്ത് ചെയ്യണം? ബിയുടെ പ്രൈവറ്റ് ഉപയോഗിച്ച് ഡീക്രിപ്റ്റ് ചെയ്യണം. പിന്നെ അതിൻ്റെ മുകളിൽ എന്താ ചെയ്യേണ്ടത്? അഗെയിൻ ഡീക്രിപ്ഷൻ യൂസിങ്. ഇവിടെ പ്രൈവറ്റ് കീ ആയിരുന്നു നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് പബ്ലിക് കീ ഓഫ് എ ഉപയോഗിച്ച് ഡീക്രിപ്റ്റ് ചെയ്യാം. അപ്പോൾ എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ ചെയ്യുന്നതിൽ 2 ടൈംസ് നമ്മൾ എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എ ബിക്കാണ് അയക്കുന്നത്. അപ്പോൾ ആദ്യം അതിന് സൈൻ ചെയ്യുക. സൈൻ ചെയ്യാന്ന് വെച്ചാൽ സ്വന്തം പ്രൈവറ്റ് കീ ഉപയോഗിച്ച് എൻക്രിപ്റ്റ് ചെയ്യുക. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഫോർ ഒതൻറ്റിക്കേഷൻ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എൻറ്റയർ മെസ്സേജിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, അല്ല വേറൊരാളും ഇത് വായിക്കാതിരിക്കാൻ വേണ്ടി ബി മാത്രമേ വായിക്കാവുള്ളൂ എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ബിയുടെ പബ്ലിക് കീ ഉപയോഗിച്ച് എൻക്രിപ്റ്റ് ചെയ്യുക. അപ്പോൾ അത് ഡീക്രിപ്റ്റ് ചെയ്യാൻ ബിക്ക് മാത്രമേ പറ്റുള്ളൂ. ബിക്കോസ് ബിയുടെ പ്രൈവറ്റ് കീ ബിയുടെ കയ്യിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻറ്റയർ മെസ്സേജിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും, ഒതൻറ്റിക്കേഷനും എൻഷുർ ചെയ്യാൻ പറ്റും. സോ that's all of the secret key distribution with public key encryption methods.